മഴത്തോരും മുമ്പേടെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വൈജയന്തിയെ വിളിക്കാൻ പോയ അലീനയും രോഹിത്തും ബബിതയും കൃഷ്ണമോളെല്ലാം വളരെ നിരാശയോടു കൂടിയാണ് കേട്ടോ കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ടും വൈജയന്തി തിരിച്ച് വീട്ടിലോട്ട് വരാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, കിട്ടിയ അവസരം വൈജയന്തിയും കമലയും അലീനയെ അപമാനിക്കാൻ നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. ഇനിയും നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അവരെല്ലാവരും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ മനുവിനോടും ശിവശങ്കറിനോടും യാത്ര പറഞ്ഞ് അവർ കടപ്പാട്ടൂരേക്ക് തിരിക്കുകയാണ് കേട്ടോ. മനുവിനാണെങ്കിൽ നല്ല സങ്കടവും വിഷമവും ഒക്കെയുണ്ട്. അലീനെ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് വൈജയും കമലയെ അപമാനിക്കുമ്പോൾ നിസ്സഹായത്തോടെ നോക്കി നിൽക്കാൻ മാത്രമേ മനുവിന് സാധിച്ചുള്ളൂ. അങ്ങനെ വളരെ നിരാശയോടെയാണ് അവർ കടപ്പാട്ടൂരേക്ക് തിരിച്ചെത്തുന്നത്. അവരെയും പ്രതീക്ഷിച്ച് ബാലേന്ദ്രൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വൈജയന്തി ഒരിക്കലും മക്കൾ പറഞ്ഞു കേട്ട് തിരിച്ചു വരില്ലെന്ന് ബാലേന്ദ്രന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. വളരെ വിഷമത്തിൽ വന്നു കയറി അവരോട് ബാലേന്ദ്രൻ തിരിച്ചൊന്നും ചോദിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അലീന വന്ന് എല്ലാവരോടായി പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാണ്. ഇതെൻ്റെ അവസാന ശ്രമമായിരുന്നു മേഡത്തെ തിരിച്ചുകൊണ്ടുവരാൻ. അത് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ബാലേന്ദ്രൻ തിരിച്ചൊന്നും പറയാതെ മുറിയിലേക്ക് കയറിപ്പോയി. കൃഷ്ണയും ബബിതയും രോഹിത്തും എല്ലാം അത് കേട്ടതോടെ വളരെ സങ്കടത്തിലായി. ഇനി എന്ത് ചെയ്യുമെന്ന് നമ്മുടെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. ബബിതയ്ക്കും രോഹിത്തിനും അതിനൊരു ഉത്തരമില്ല. അലീന പതുക്കെ ബാലേന്ദ്രൻ്റെ മുറിയിലോട്ട് പോകുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിൽ വല്ലാത്ത ചിന്തയിലാണ്. അലീന വന്നതൊന്നും ബാലേന്ദ്രൻ അറിയുന്നില്ല. അങ്ങനെ അലീന അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ബാലേന്ദ്രൻ അലീനയെ കാണുന്നത്. അലീന വന്ന് താൻ പോകുന്ന കാര്യം ഒന്നുകൂടി ബാലേന്ദ്രനെ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തടയരുതെന്നും പറയുന്നുണ്ട്. ബാലേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അലീനയെ പിരിയുക എന്ന് പറയുന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അത്രയ്ക്കും അയാളുടെ മനസ്സിൽ അലീന സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അവൾ തൻ്റെ സ്വന്തം മകളായി ജനിച്ചില്ലല്ലോ എന്നോർത്ത് അയാൾ വിഷമിച്ചു. എങ്കിൽ തനിക്ക് ഇങ്ങനൊരവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു എന്ന് അയാൾ ചിന്തിച്ചു. എന്തു തന്നെയായാലും ഇപ്രാവശ്യം എന്തായാലും അലീനയെ തടയില്ലെന്ന തീരുമാനത്തിലാണ് ബാലേന്ദ്രൻ. കാരണം ബാലേന്ദ്രൻ അറിയാം, തനിക്കും വൈജയ്ക്കും ഇടയിൽ കിടന്ന് ഏറ്റവും ശ്വാസം മുട്ടുന്നത് അലീനയാണെന്ന്. എന്തു തന്നെയായാലും അവളെ ഇനി പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കായിരിക്കുമെന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയൊരിക്കലും അവൾക്ക് മറ്റൊരു വീട്ടിൽ ഒരു ജോലിക്കാരിയായി നിൽക്കേണ്ട അവസ്ഥ വരരുതെന്ന് അയാൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്, നീ എൻ്റെ മോളാ. എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള നിന്നെ പിരിയാന്ന് പറഞ്ഞാൽ അത് ഹൃദയം പൊടിയുന്ന വേദന എനിക്ക്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നിന്നെ തടയില്ല. കാരണം എനിക്കറിയാം, എനിക്കും വൈജയ്ക്കും ഇടയിൽ കിടന്ന് നീ എത്രമാത്രം ഞെരുങ്ങുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ നിന്നോട് പോകണ്ടെന്ന് പറയില്ല. പക്ഷേ നീ എവിടേക്ക് പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് സമ്മതം മൂളിക്കൊണ്ട് അലീന അവിടുന്ന് പോകുന്നുണ്ട്. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ബാലേന്ദ്രൻ ഗംഗാധരമേനോനെ വിളിക്കുന്നുണ്ട്. ഗംഗേട്ടാ, എനിക്ക് സ്റ്റാൻലിയുടെ അഡ്രസ്സ് വേണം. ഇത് കേട്ടതും ഗംഗാധരമേനോൻ ഞെട്ടുന്നുണ്ട്. ബാലേന്ദ്രൻ ഒരിക്കലും സ്റ്റാൻലി അന്വേഷിച്ചു പോകുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. ഇപ്പം എന്തിനാ സ്റ്റാൻലിയുടെ അഡ്രസ്സ്? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്. അലീന അവൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്താവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അവളുടെ സ്വന്തം അച്ഛനേക്കാൾ സുരക്ഷിതമായി നോക്കുന്ന മറ്റൊരിടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം എനിക്ക് സ്റ്റാൻലിയുടെ അഡ്രസ്സ് വേണം. അയാളെ നേരിൽ ചെന്ന് കാണണം. അലീനയെ ഏറ്റെടുക്കാൻ തയ്യാറാണോന്ന് ചോദിക്കണം. ഏതായാലും അവളുടെ അമ്മയ്ക്ക് അവളെ വേണ്ട. അച്ഛനും വേണോ വേണ്ടയോ എന്ന് അറിയണമല്ലോ. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ബാലേന്ദ്രൻ്റെ ഉറച്ച തീരുമാനത്തിൽ മറുത്തൊന്നും പറയാൻ ഗംഗാധരനില്ലായിരുന്നു. ബാലേന്ദ്രൻ ആവശ്യപ്പെട്ട പ്രകാരം ഗംഗാധരൻ തൻ്റെ പഴയ സുഹൃത്തുക്കളിൽ നിന്ന് സ്റ്റാൻലിയുടെ അഡ്രസ്സ് തപ്പിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഡ്രസ്സ് കിട്ടിയതും ബാലേന്ദ്രന് പിന്നെ ഇരിപ്പുറയ്ക്കുന്നില്ല. വേഗം തന്നെ ബാഗും എടുത്ത് കുളത്തൂർ പുഴയിലേക്ക് തിരിക്കുന്നുണ്ട്. ധൃതി പിടിച്ചു പോകുന്ന ബാലേന്ദ്രനെ കണ്ട് മക്കൾ ചോദിക്കുന്നുണ്ട് ഇതെങ്ങോട്ടാണെന്ന്. ഒരു സുഹൃത്തിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞാണ് ബാലേന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതേസമയം അലീന താൻ പോകുന്ന കാര്യം മനുവിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അങ്കിള് സമ്മതിച്ചോ നീ പോവാനായിട്ട്? അച്ഛൻ സമ്മതിച്ചുവെന്ന് അലീന പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ മനുവിനാകെ ഷോക്കായി. കാരണം മനു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അലീന പോവാൻ അങ്കിള് സമ്മതിക്കുന്നു. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അതെന്താ പെട്ടെന്ന് അങ്കിള് സമ്മതിച്ചത്? ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പം അലീന പറയുന്നുണ്ട്, അതെനിക്കറിയില്ല. ഒരു പക്ഷേ അച്ഛന് തോന്നിക്കാണും ഞാൻ പോകുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലതെന്ന്. എനിക്കും അതാ സന്തോഷം. ഇത് കേട്ടതും മനുവിൻ്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. എങ്കിൽ നീ എറണാകുളത്തോട്ട് വാ, അവിടെ ഞാനൊരു ജോലി ശരിയാക്കി തരാം. അതുവരെ ഹോസ്റ്റലിൽ താമസിക്കാം. അപ്പം അലീന പറയുന്നുണ്ട്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ എന്നെ എവിടെയാണ് കൊണ്ടാക്കണ്ടേന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്.
അതെവിടെയാണെന്ന് എനിക്കും അറിയത്തില്ല. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഏതായാലും ഞാൻ നാളെ തന്നെ വരാമെന്ന് പറഞ്ഞ് മനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. മനുവിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഉള്ള സമാധാനം കൂടി പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയില്ല. ഇനി എന്ത് പറഞ്ഞാലും അലീനെ തടഞ്ഞു നിർത്താൻ പറ്റില്ലെന്ന് മനുവിന് മനസ്സിലായി. ആകെയുള്ള പിടിവള്ളി ബാലേന്ദ്രനായിരുന്നു. ബാലേന്ദ്രൻ സമ്മതം മൂളിയതോടുകൂടി അലീന അവിടുന്ന് എന്തായാലും പോവും. ഇതെല്ലാം ആലോചിച്ച് മനുവിനാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ സ്റ്റാൻലി അന്വേഷിച്ച് ബാലേന്ദ്രൻ എത്തിച്ചേർന്നത് കുളത്തൂർ പുഴയിലുള്ള സ്റ്റാൻലിയുടെ തറവാട്ട് വീട്ടിലേക്കാണ്. അവിടെ ബാലേന്ദ്രനെ വരവേറ്റത് മറ്റാരുമല്ല, സ്റ്റാൻലിയുടെ അപ്പച്ചൻ ഔതക്കുട്ടിച്ചായനാണ്. സ്റ്റാൻലിയുടെ ഒരു പഴയ സുഹൃത്ത് എന്ന നിലയിലാണ് ബാലേന്ദ്രൻ സ്വയം പരിചയപ്പെടുത്തുന്നത്. സ്റ്റാൻലിയെക്കുറിച്ച് കൂടുതൽ മതിപ്പില്ലാത്ത അപ്പച്ചനാണെങ്കിൽ വലിയ താല്പര്യമില്ലാതെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നും സ്റ്റാൻലി വളരെ മദ്യപാനിയാണെന്നും ഭാര്യയും മക്കളായി പിരിഞ്ഞാണ് താമസമെന്നും ബാലേന്ദ്രന് മനസ്സിലായി. അങ്ങനെ സ്റ്റാൻലിയുടെ ഇപ്പോഴത്തെ അഡ്രസ്സും വാങ്ങി ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി. ബാലേന്ദ്രന്റെ വരവിൽ ചെറിയൊരു സംശയം ഔതക്കുട്ടിച്ചായനും തോന്നാതെയില്ല. കാരണം ഇങ്ങനൊരു സുഹൃത്തിനെ പറ്റി മുമ്പ് സ്റ്റാൻലി എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. മാത്രമല്ല, പഴയ സുഹൃത്ത് ഇപ്പോൾ തേടി വരണമെന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ തക്കതായ ഒരു കാരണം കാണുമെന്ന് ഔതക്കുട്ടിച്ചായനറിയാം. അപ്പോഴേക്കും ബാലേന്ദ്രൻ സ്റ്റാൻലിയുടെ വീട്ടുമുറ്റത്തെത്തിക്കഴിഞ്ഞു. വലിയൊരു കൊട്ടാരം പോലത്തെ വീടാണ് കേട്ടോ സ്റ്റാൻലിയുടെ. ആ വീടിന് കാവലായി നിറയെ പട്ടികളുമുണ്ട്. വളരെ നെഞ്ചെടുപ്പോടു കൂടിയാണ് ബാലേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. താൻ ആരെയാണ് കാണാൻ പോകുന്നതെന്നുള്ള ബോധ്യം ബാലേന്ദ്രൻ നന്നായിട്ടുണ്ട്. അത് അലീനയുടെ അച്ഛൻ മാത്രമല്ല, തൻ്റെ ഭാര്യയുടെ മുൻകാല കാമുകൻ കൂടിയാണ്. അയാളെ ഫേസ് ചെയ്യേണ്ടി വരുന്നതിനുള്ള ഒരു ചമ്മലും ഒക്കെയുണ്ട് ബാലേന്ദ്രന്. എന്നിരുന്നാലും അലീനയ്ക്ക് വേണ്ടിയാണ് ഈ തീരുമാനം എടുത്തത്. അതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെ ഉറപ്പിച്ച് ബാലേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയ ഉടനെ നാനാഭാഗത്തു നിന്നും കുറേ പട്ടികൾ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അത് കണ്ടതും ബാലേന്ദ്രൻ ആകെ പേടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ജോലിക്കാരൻ വന്ന് ആ പട്ടികളെയൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ അയാൾ തന്നെ ബാലേന്ദ്രനെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. തൻ്റെ ഇടവും വലവും ഓരോ പട്ടികളെ ഇരുത്തി ചാരു കസേരയിൽ ചാരി കിടക്കുകയാണ് സ്റ്റാൻലി. കൂടാതെ മടിയിൽ വേറൊരു പട്ടി കൂടിയുണ്ട്. അത് കണ്ടപ്പോഴാണ് ബാലേന്ദ്രന് ഒരു കാര്യം ഓർമ്മ വന്നത്. അലീനയ്ക്കും പട്ടികളെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവൾക്കത് അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. അമ്മയുടേതായ യാതൊരു സ്വഭാവവും അവൾക്കില്ല. ബാലേന്ദ്രനെ കണ്ടതും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. താൻ പാലായിൽ നിന്നാണ് വരുന്നതെന്നും സ്റ്റാൻലിയുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിയുടെ പൂർവ്വകാല കഥകളെക്കുറിച്ച് ബാലേന്ദ്രൻ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് സ്റ്റാൻലി ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. കാരണം താൻ മറന്നുപോയ കാര്യങ്ങളാണ് ഇതൊക്കെ, താൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. എങ്കിലും സ്റ്റാൻലിയുടെ മനസ്സിൽ പോയ കാര്യം ഇതെല്ലാം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു. അപ്പോഴാണ് ബാലേന്ദ്രൻ സ്വയം പരിചയപ്പെടുത്തുന്നത്. താൻ ബാലചന്ദ്രനാണെന്നും വൈജയന്തിയുടെ ഭർത്താവാണെന്നും. അത് കേട്ടതും സ്റ്റാൻലി ആകെ ഷോക്കാവുന്നുണ്ട്. ഇങ്ങനൊരു കണ്ടുമുട്ടൽ സ്റ്റാൻലി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ബാലേന്ദ്രനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് സ്റ്റാൻലിക്ക് അറിയുന്നില്ല. അപ്പോഴാണ് ബാലേന്ദ്രൻ മറ്റൊരു രഹസ്യം കൂടി പറയുന്നത്. നിങ്ങളെ ചതിച്ചത് വൈജയന്തിയുടെ വീട്ടുകാരാണെന്ന്. മാത്രമല്ല, നിങ്ങൾ മരിച്ചെന്ന് വിശ്വസിക്കുന്ന ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും അവർ ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നെന്നും ഇത്രയും കാലം അവൾ ഒരു അനാഥയായിട്ടാണ് വളർന്നതെന്നും സ്റ്റാൻലി അറിയാനിടയായി. ഇതെല്ലാം കേട്ടതോടെ സ്റ്റാൻലിക്ക് തൻ്റെ അമർഷവും ദേഷ്യവും അടക്കാനായില്ല. അയാൾ പറയുന്നുണ്ട്, എനിക്കപ്പോഴേ തോന്നി അവരെന്നെ ചതിക്കുകയായിരുന്നെന്ന്. പക്ഷേ ഞാൻ വൈകിപ്പോയി. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. അവളിപ്പോൾ എവിടെയുള്ളത്? ഇത് കേട്ടതും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളിപ്പോൾ അവളുടെ അമ്മയുടെ അടുത്താണ് ഉള്ളത്. വൈജയന്തിക്കും ഈ സത്യങ്ങളൊന്നും അറിയില്ല. ഇങ്ങനൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ അവൾക്കറിയില്ല. നിങ്ങളുടെ മകൾ ഒരു വേലക്കാരിയായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കഴിയുന്നത്. മകളാണെന്നറിയാതെ തന്നെ വൈജയന്തി അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. എനിക്ക് അവളെൻ്റെ മകളെ പോലെയാണ്. ഞാനും വൈജയന്തിയും ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ അലീന അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അവളെ മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോൾ അത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സ്വന്തം അച്ഛനേക്കാൾ സുരക്ഷിതമായി നോക്കുന്ന മറ്റൊരിടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ തേടിയെത്തിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവളെ ഇവിടെ കൊണ്ടെത്തിക്കാം. പക്ഷേ ഒരു കാര്യം, സ്വന്തം അമ്മയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവൾ അവൾ. അവൾക്കിനി അങ്ങനൊരു ദുഃഖം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ അവളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം മകളായി തന്നെ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അവളെ ഇങ്ങോട്ട് അയക്കൂ. ഇതൊക്കെ കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് ഒരുപാട് വിഷമം തോന്നി. താൻ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ച തൻ്റെ പൊന്നു മോളാണ് ഇത്രയും വർഷം ആരോരുമില്ലാതെ ജീവിച്ചത്. അവളുടെ അമ്മയുടെ അടുത്ത് പോലും ഒരു വേലക്കാരിയെ പോലെയാണ് അവൾക്ക് കഴിയേണ്ടി വന്നത്. അതിനുത്തരവാദി താനും കൂടിയാണല്ലോ എന്നാലോചിച്ചപ്പോൾ
അയാളുടെ ചങ്ക് പൊട്ടുന്ന പോലെ അയാൾക്ക് തോന്നി. അങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്കെൻ്റെ മകളെ വേണം, ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ബാലേന്ദ്രൻ പറഞ്ഞാൽ മതി, എപ്പോൾ വേണമെങ്കിലും ഞാൻ വരാം എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോരാനായിട്ട്. ഇത് കേട്ടതും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ വഴിയെ അറിയിക്കാം. അവളോട് പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അവളോടും ഇതേപ്പറ്റി എനിക്ക് സംസാരിക്കണം. ഏതായാലും ഞാൻ താങ്കളെ വിളിച്ചറിയിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. വീട്ടിലെത്തിയതും വാതിൽ തുറക്കുന്നത് അലീനയാണ് കേട്ടോ. അച്ഛൻ്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അലീനയെ കണ്ടതും ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. ഇനി അധികം നാൾ ഇവൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നോർത്ത്. നല്ല ക്ഷീണമുണ്ട് മോളെ, അച്ഛനൊരു ചായ വേണം എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. അങ്ങനെ അലീന ബാലേന്ദ്രൻ ചായ എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ചായ എടുത്തു വരുമ്പോഴേക്കും മനു അവിടേക്ക് എത്തുന്നുണ്ട്. മനുവിൻ്റെ മുഖത്താണെങ്കിൽ ഒട്ടും സന്തോഷമല്ല കേട്ടോ, ഒരു നിരാശാഭാവമാണ് ഉള്ളത്. അത് കണ്ടതും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മനു, നീ ഇന്നലെ ഉറങ്ങിയില്ലേ? നിന്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ. അപ്പം മനു പറയുന്നുണ്ട്, അത് ശരി അങ്കിളെ, വിചാരിച്ച പോലെ ഒന്ന് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. എനിക്ക് അങ്കിളിനോട് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. അലീന ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞു, അങ്കിൾ അതിന് സമ്മതിച്ചോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. ഞാൻ എത്ര കാലം അവളവിടെ പിടിച്ചു നിർത്താം? അവളുടെ വിഷമം കൂടി ഞാൻ മനസ്സിലാക്കണ്ടേ? എനിക്ക് വേണമെങ്കിൽ വൈജയെ തോൽപ്പിക്കാൻ അവളെ ഒരു ആയുധമാക്കാം. പക്ഷേ അവൾക്ക് അവളുടെ സ്വന്തം അമ്മയെ തോൽപ്പിക്കാൻ പറ്റുമോ? ഇവിടെ എനിക്കും വൈജയ്ക്കും ഇടയിൽ വീർപ്പ് മുട്ടുന്നത് അവളാ. ഇനിയും ഞാനത് കണ്ടില്ലെന്ന് വെച്ചാൽ അത് ഞാൻ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാ. എൻ്റെ മക്കളെ എനിക്ക് തിരിച്ചു തന്നത് അവളാ. അവളോട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അത് കേട്ടപ്പോൾ മനുവിന് സങ്കടമായി. ഇവിടെ വരുമ്പോൾ മനുവിന് നേരിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ബാലേന്ദ്രൻ അവളെ പോകാൻ അനുവദിക്കില്ലെന്ന്. ഇപ്പോൾ ആ പ്രതീക്ഷയും പോയി. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എങ്ങോട്ടാണ് അവളെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? അലീന പറഞ്ഞു, അങ്കിൾ അവൾക്കായിട്ട് മറ്റൊരിടം നോക്കി വെച്ചിട്ടുണ്ടെന്ന്. അതെവിടെയാണെന്ന് അവൾക്കും അറിയില്ല. എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇത് കേട്ടതും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് ശരിയാ. അവൾ ഇനി എങ്ങോട്ടാക്കേണ്ടതെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ അതെങ്ങോട്ടാണെന്ന് ഇപ്പം പറയാൻ സാധിക്കില്ല. സമയമാകുമ്പോൾ ഞാൻ നിന്നോടെല്ലാം പറയാം. ഇപ്പോൾ നീ എന്നോടൊന്നും ചോദിക്കരുത്. അപ്പോഴേക്കും അലീന ചായയായി വരുന്നുണ്ട് കേട്ടോ. മനുവിനെ കണ്ടതും അലീനയ്ക്ക് വലിയ സന്തോഷമായി. മനുവേട്ടന് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. ഇപ്പോൾ വേണ്ട, ചായ കുടിക്കാനുള്ള മൂടില്ലെന്ന് പറയുന്നുണ്ട് മനു. അങ്ങനെ മനു അലീനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, അതെ മനുവേട്ടാ, ആ തീരുമാനത്തിൽ ഇനി മാറ്റമൊന്നുമില്ല. അച്ഛൻ എന്നെ എങ്ങോട്ട് കൊണ്ടുപോയാലും ഞാൻ പോവും. അതും കൂടി കേട്ടപ്പോൾ മനുവിൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങിയിട്ടോ സങ്കടം കൊണ്ട്. എന്നാൽ ശരി അലീന, ഞാൻ ഇനി അധികം നേരം നിൽക്കുന്നില്ല, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അങ്ങനെ പറഞ്ഞ് മനു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. മനു വിഷമിച്ചാൽ പോകുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അന്ന് രാത്രി ബാലേന്ദ്രനൊരു കോള് വരുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലിയുടെ കോളാണത്. ഒരു പേടിയോടെയാണ് കേട്ടോ ബാലേന്ദ്രൻ ആ കോൾ എടുക്കുന്നത്. എന്തായിരിക്കും സ്റ്റാൻലിക്ക് പറയാനുള്ളത്? ഇനി തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അങ്ങനെ ബാലേന്ദ്രൻ ആ കോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ, ഇത് ഞാനാ സ്റ്റാൻലി. എനിക്ക് മനസ്സിലായെന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. മോളോട് ഇതിനെപ്പറ്റി സംസാരിച്ചോ? അവൾ എന്താ പറഞ്ഞത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ അതേപ്പറ്റി സംസാരിച്ചിട്ടില്ല. എനിക്ക് അതിനൊരു സാഹചര്യം ഒത്തു കിട്ടിയില്ല. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണമെന്നുണ്ട്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെനിക്കൊന്ന് ആലോചിക്കണം. ഏതായാലും ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കാം. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, മോൾ അടുത്തുണ്ടെങ്കിൽ അവൾക്കൊന്ന് ഫോൺ കൊടുക്കുമോ? എനിക്ക് അവളുടെ ശബ്ദമൊന്ന് കേൾക്കാനാ. നഷ്ടപ്പെട്ടു പോയ ഒരു മകളെ കാണാനുള്ള ഒരച്ഛൻ്റെ ആഗ്രഹമാണെന്ന് അത് കേട്ടപ്പോൾ ബാലേന്ദ്രന് മനസ്സിലായി. അങ്ങനെ ബാലേന്ദ്രൻ അലീനെ വിളിച്ച് ഫോൺ കൊടുക്കുന്നുണ്ട്. തൻ്റെ ഒരു സുഹൃത്താണെന്നും അയാൾക്ക് പട്ടികളെ വളരെ ഇഷ്ടമാണെന്നും നിന്നെപ്പറ്റി പറഞ്ഞപ്പോൾ അയാൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അലീനയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലീന ആദ്യമായി അവളുടെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. അവളുടെ ശബ്ദം കേട്ടപ്പോൾ അയാളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ചങ്കിടറി അയാൾക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. തിരിച്ച് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ അലീന തിരിച്ച് ഫോൺ ബാലേന്ദ്രൻ തന്നെ കൊടുത്തു. അങ്ങനെ മോള് പൊക്കോ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അലീനയെ പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലിയോട് സംസാരിക്കുകയാണ്. ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ ബാലേന്ദ്രന് മനസ്സിലായി സ്റ്റാൻലി കരയുകയാണെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവളെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതിനൊരു അവസരം ഉണ്ടാക്കാം, എന്നിട്ട് നിങ്ങളെ വിളിച്ച് പറയാം. അങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ബാലേന്ദ്രൻ പറഞ്ഞ പ്രകാരം അലീനയെ കാണുന്നതിനായി സ്റ്റാൻലി പാലായിൽ എത്തുന്നുണ്ട്. പാലായിൽ എത്തിയ ഉടനെ
സ്റ്റാൻലി ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. എവിടേക്കാ വരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. തൻ്റെ സ്വർണ്ണക്കടയിലോട്ട് വരാനാണ് ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നത്. അതേസമയം ബാലേന്ദ്രൻ അലീനയോടും ജ്വല്ലറിയിലേക്ക് വരാൻ പറയുന്നുണ്ട്. തൻ്റെ ഒരു പഴയ സുഹൃത്ത് കാണാൻ വരുന്നുണ്ടെന്നും അയാൾ വന്നയുടനെ ക്യാബിനിൽ കയറ്റിയിരുത്തണമെന്നും ഗോവർദ്ധനെ പറഞ്ഞേൽപ്പിച്ച് ബാലേന്ദ്രൻ അലീനയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെയാണ് സ്റ്റാൻലി ജ്വല്ലറിയിലെത്തുന്നതും. ബാലേന്ദ്രൻ പറഞ്ഞ ആളാണെന്ന് മനസ്സിലാക്കി ഗോവർദ്ധൻ സ്റ്റാൻലിയെ ക്യാബിനിൽ കൊണ്ടിരുത്തുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയുമായി അവിടെ എത്തുന്നുണ്ട്. എന്തിനാണ് തന്നെ ജ്വല്ലറിയിലേക്ക് വിളിപ്പിച്ചതെന്ന് അലീന ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. നീ എന്തായാലും ഇവിടുന്ന് പോവല്ലേ, നിനക്ക് കുറച്ച് സ്വർണ്ണമാല തരാമെന്ന് വിചാരിച്ചു, നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തു. അങ്ങനെ പറഞ്ഞ് അലീനയ്ക്ക് കുറേ വളയും മാലയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അച്ഛനറിയാലോ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് ആവശ്യമില്ലായിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ മകൾക്ക് കൊടുക്കണം, അതിനുള്ള അവകാശം ഈ അച്ഛനില്ലേ? ഇത് കേട്ട് അലീന ചിരിക്കുന്നുണ്ട്. അങ്ങനെ അലീന ഓരോ മാലയും വളയൊക്കെ ഇങ്ങനെ നോക്കുമായിരിക്കും കേട്ടോ. ഇതെല്ലാം ക്യാബിനകത്ത് ഇരുന്ന് സ്റ്റാൻലി കാണുന്നുണ്ട്. തൻ്റെ മകളെ ആദ്യമായി കണ്ടപ്പോൾ സ്റ്റാൻലിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ആദ്യ കാഴ്ചയിൽ തന്നെ അവൾ തൻ്റെ മകൾ തന്നെയാണെന്ന് സ്റ്റാൻലി ഉറപ്പിച്ചു. അങ്ങനെ ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്, മോളുടെ സെലക്ഷൻ കഴിഞ്ഞെങ്കിൽ ഇനി വീട്ടിൽ പോക്കോ, ഞാൻ ഗോവർദ്ധനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് നിന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ. അങ്ങനെ അലീനേനും കൊണ്ട് ഗോവർദ്ധൻ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ക്യാബിനിലേക്ക് വരുന്നുണ്ട്. ബാലേന്ദ്രനെ കണ്ടതും സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴാ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരേണ്ടത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ തന്നെ അവളെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, സ്വന്തം മകളായി തന്നെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം അവളെ കൊണ്ടുപോയാൽ മതി. അവൾ എനിക്കൊരു ഭാരമല്ല, എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ്. ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടും അവൾ പോകണമെന്ന് വാശി പിടിക്കുന്നതും കൊണ്ടും മാത്രമാണ് ഞാൻ നിങ്ങളെ തേടിയെത്തിയത്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ഞാൻ അവളെ എൻ്റെ മകളായി തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് മാത്രം വിശ്വസിച്ച് നിങ്ങൾ അവളെ മകളായി സ്വീകരിക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പല ടെസ്റ്റുകളും ഉണ്ടല്ലോ, ചെയ്തു നോക്കാം. ഇത് കേട്ടതും സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്കൊരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല, അതെൻ്റെ മകൾ തന്നെയാണ്, അതെനിക്കറിയാം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അങ്ങനെ അവർ രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുന്നുണ്ട്. ബാലേന്ദ്രൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ബാലേന്ദ്രൻ്റെ കയ്യിൽ നിറയെ കവറുകളാണ് കേട്ടോ. അതിൽ ഡ്രസ്സുകളും ജ്വല്ലറികളും ഉണ്ട്. ഇതൊക്കെ കണ്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇത് കുറേ ഉണ്ടല്ലോ അച്ഛാ, ഇതാർക്കാ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതെല്ലാം അലീനയ്ക്കുള്ളതാ. അവൾ ഇവിടുന്ന് പോവാണെന്നല്ലേ പറയുന്നേ, അവൾക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്. അപ്പോഴേക്കും അലീന അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ. അലീനയെ കണ്ടതും ബാലേന്ദ്രൻ ഇതെല്ലാം അലീനയെ ഏൽപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നിനക്കുള്ളതാ. നീ ഇവിടുന്ന് പോകുമ്പോൾ ഒരു വേലക്കാരിയായിട്ടല്ല, ഒരു രാജകുമാരിയെ പോലെ വേണം പോവാനായിട്ട്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് സങ്കടമായിട്ടോ. അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? നിനക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടുന്ന് പോകണ്ട. അപ്പം അലീന പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. അച്ഛൻ എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്നേ? അച്ഛൻ എന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, ഞാനെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഇനി നിനക്കൊരിക്കലും മറ്റൊരാളുടെ വീട്ടിൽ ജോലിക്കാരിയായി നിൽക്കേണ്ടി വരില്ല. നീ പോകാൻ തയ്യാറാണെങ്കിൽ ഇനി നമുക്ക് വൈകിക്കേണ്ട, നാളെ തന്നെ പോവാം. അത് കേട്ടതും അലീനയുടെ നെഞ്ച് പിടയാൻ തുടങ്ങിയിട്ടോ. അലീനയുടെ മാത്രമല്ല, കൃഷ്ണമോളുടെയും പവിതയുടെയും രോഹിത്തിൻ്റെയും മുഖത്തൊക്കെ ഒരു തുള്ളി ചോരയില്ലാത്ത പോലെയായി. ബാലേന്ദ്രനും പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അയാൾ വേഗം തന്നെ മുറിയിലോട്ട് പോയി. കൃഷ്ണമോള് ഓടി വന്ന് അലീനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, ചേച്ചി പോവണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. അപ്പോഴേക്കും ബബിതയും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അലീനയെ. രോഹിത്തിൻ്റെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. അലീനയ്ക്കാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും തൻ്റെ കണ്ണുനീര് പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. അങ്ങനെ അവളും കരയാൻ തുടങ്ങി. രാത്രിയായപ്പോഴേക്കും അലീന മനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്, താൻ പോകുന്ന വിവരം പറയാനായിട്ട്. അത് കേട്ടതും മനുവിൻ്റെ ചങ്ക് പിടയാൻ തുടങ്ങി. ഇതെന്താ ഇത്ര പെട്ടെന്ന്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അപ്പം അലീന പറയുന്നുണ്ട്, അച്ഛനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, നാളെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ശരി, ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞ് മനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായപ്പോഴേക്കും എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ആരുടെ മുഖത്തും ഒരു തരി സന്തോഷമില്ല. അങ്ങനെ ബാലേന്ദ്രൻ വന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ നമ്മൾ ഇന്ന് പോവല്ലേ? അതെ എന്ന് അലീന മറുപടിയും പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ വാങ്ങിച്ചു തന്നതിൽ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വാ. നിനക്ക് വേണ്ട എല്ലാ ആഭരണങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഇട്ടുകൊണ്ട് ഒരു രാജകുമാരിയെ പോലെ വേണം നീ ഇവിടെ നിന്ന് പോകാനായിട്ട്.
അലീനെ എണിച്ചൊരുക്കാൻ കൃഷ്ണമോളെയും ബബിതയും ഏർപ്പാടാക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അങ്ങനെ അവർ പോയി റെഡി ആവുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ മനു വരുന്നത്. മനുവിൻ്റെ മുഖത്താണെങ്കിൽ ഒരു തരി ജീവനില്ലാത്ത പോലെയാ. ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. മനുവിനെ കണ്ടതും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, അവൾ എവിടെ പോയാലും നിന്നെ മറക്കില്ല. എന്നായാലും അവൾ നിനക്കുള്ളതാ. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അലീനെ കണ്ടതും എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോയി. അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട്. ഇത്രയും നല്ല വേഷത്തിൽ അലീനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. മനുവിനാണെങ്കിൽ അലീനയുടെ മുഖത്തൊന്നും കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട് അലീന. പക്ഷേ ആ സന്തോഷമൊന്നും അലീനയുടെ മുഖത്തില്ല. എല്ലാവരെയും വിട്ടുപിരിയുന്നതിലുള്ള വിഷമം മാത്രമാണ് അലീനയ്ക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ മഴത്തോര് മുംബൈയിൽ ഇനി വരാൻ പോകുന്ന കഥ. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്